തമ്മിൽ എന്നുള്ളത് ബിറ്റ്വീൻ ആണോ അതോ എമംഗ് ആണോ? ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സെന്റൻസ് കണ്ടോ, അപ്പുവും അമ്മുവും തമ്മിൽ അടിയായിരുന്നു. അപ്പൊ ദ ഫൈറ്റ് വാസ് ബിറ്റ്വീൻ അപ്പു ആൻഡ് അമ്മു. അപ്പം രണ്ടുപേരെ ഉള്ളതുകൊണ്ടായിരിക്കും ബിറ്റ്വീൻ അവിടെ യൂസ് ചെയ്തത് അല്ലെ. രണ്ടിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എമംഗ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒക്കെ മൈൻഡിലുള്ള ചിന്ത. എന്നാൽ അങ്ങനെ അല്ല. ഈ സെന്റൻസ്, അടുത്തൊരു സെന്റൻസ് നോക്കിയേ. ചായ, കാപ്പി, ജ്യൂസ്, പല പല സാധനങ്ങള് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അപ്പൊ രണ്ടിൽ കൂടുതലായതുകൊണ്ട് ചിലപ്പോ എമംഗ് ആയിരിക്കും അല്ലെ. എന്നാ അങ്ങനല്ല. ഇവിടെ കളക്റ്റീവായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൺട്രീസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കലീഗ്സ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാഫ്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, ഫ്രണ്ട്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. കളക്റ്റീവായിട്ട് ഇന്ന ആളുടെ പേരൊന്നുമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് സാധനങ്ങളെ കാണിക്കുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എമംഗ് യൂസ് ചെയ്യായിരുന്നു. ഇവിടെ ചായ, കാപ്പി, ജ്യൂസ്, അങ്ങനെ 3 ഡിഫറെന്റ് സാധനങ്ങളെ കാണിച്ചേക്കാണ്. 3 ഡിഫറെന്റ് പേരുകളോ സാധനത്തിന്റെയോ മനുഷ്യരുടെയോ പേരുകൾ നമ്മൾ 3 ഡിഫറെന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ബിറ്റ്വീൻ തന്നെ യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 സെന്റൻസ് നിങ്ങൾക്ക് കാണാം. അവൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ജ്യൂസ് കുടിക്കണമെന്ന്. ഓറഞ്ച്, ആപ്പിൾ, മാംഗോ, 3 ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ഡിഫറെന്റ് ആയത് കൊണ്ട് നമ്മൾ ആരെ ഉപയോഗിക്കണം? ബിറ്റ്വീൻ ഉപയോഗിക്കണം. അപ്പൊ 2 3 ഒന്നുമില്ല, 3 ഡിഫറെന്റ് കാണിച്ചോണ്ട് നമ്മൾ ബിറ്റ്വീൻ ഇവിടെ യൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കി. ഷി വാസ് കൺഫ്യൂസ്ഡ് ഡാഷ് ഫ്രൂട്ട് ജ്യൂസസ്. ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് ജ്യൂസസിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അപ്പൊ കളക്റ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കണം? എമംഗ് യൂസ് ചെയ്യണം. നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ മാറാനായിട്ട് ഞാൻ സ്ക്രീനിൽ ഒരു 3 സെന്റൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് പോസ് ചെയ്ത് അത് 3ന്റെയും ആൻസേഴ്സ് കൊടുക്കുക. ഒന്നെന്ന് പറയുന്നത് കരാർ. ഒരു കരാറുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുടെയും ഇടയിലായിരുന്നു. അപ്പോഴത്തെ ഇടയിൽ ബിറ്റ്വീൻ ആണോ എമംഗ് ആണോ? രണ്ടാമത്തേത് 2 കൺട്രിയേ ഉള്ളൂ, അതിന്റെ ഇടയിലാണോ? മൂന്നാമത്തെ അതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത ഒരു സെന്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൃത്യമായിട്ട് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ബിറ്റ്വീനും എമംഗും തമ്മിലുള്ള കൺഫ്യൂഷൻ അങ്ങ് മാറിയിട്ടുണ്ട്.